ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നാണെങ്കിൽ രാവിലെ ഞാൻ എടുക്കുന്നതാണ്. ഞാൻ എണീറ്റ് ഒരുങ്ങി കാലൊക്കെ നിൽക്കുകയാണ് ഗൈസ്. സോ നമുക്ക് നീക്കാനുള്ളൊക്കെ ഉടുപ്പും കാലൊക്കെ ഇടണം കേട്ടോ ഗൈസ്. സോ ഞാൻ ഉടുപ്പും കാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ബാങ്ക് കാലൊക്കെ എടുത്ത് ഗൈസ്. സോ നമ്മൾ ബസ്സിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. സോ ഇന്ന് നമ്മൾ ചെറിയ ടൂറിനാണ് ഗൈസ് പോകുന്നത്. നമ്മൾ ഷിൻചാനുണ്ട്, ഡോറേമോനുണ്ട്, കുറേ പേരുണ്ട് കേട്ടോ ഗൈസ്. എല്ലാം കയറിയ ഗൈസ്. എല്ലാം അവിടെ ബാക്കിരുന്ന് ഭയങ്കര കളിയും ഇതൊക്കെയാണ്. പാട്ടൊന്നും ഇട്ട് കൊടുത്ത് ചെറുക്കന്മാരടന്ന് കളിക്കാൻ. നമുക്ക് പാട്ടൊന്നും ഇട്ട് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. അന്ന് എനിക്ക് പാട്ടിട്ട് കൊടുത്തു എൻ്റെ പൊന്നോ, നല്ല ഓർമ്മയും കാലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഗൈസ് നമ്മൾ ടൂറിന് പോകുന്നത് വേറെ എവിടെയും അല്ല കേട്ടോ ഗൈസ്. നമുക്ക് ഇച്ചിരി അറിയാവുന്നൊരു സ്ഥലത്താണ് ഗൈസ് നമ്മൾ ടൂറിന് പോകുന്നത്. സോ നമ്മൾ അപ്പുറത്തെ രാജ്യത്തെ ഈ ഒരു ബീച്ചിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. സോ അപ്പുറത്തൊരു ലാൻഡുണ്ട്. അപ്പോൾ ആ ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്താണ് ഗൈസ് നമ്മൾ പോയാലൊക്കെ പോകുന്നത്. അപ്പോൾ ഗൈസ് ഒരു ബീച്ചിലാണ് ഗൈസ് പോകുന്നത്. അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്. സോ എൻ്റെ മോനോടെ മാറ്. ഓക്കെ ഗൈസ്. ഇവിടെ നിന്ന് വളഞ്ഞൊക്കെ പോകേണ്ടതുണ്ട് ഗൈസ്. സോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. എൻ്റെ മോനെ ഗൈസ് എവിടോട്ടാണ് നമ്മളെ വണ്ടിയൊക്കെ ചെന്ന് കയറുന്നത്. എന്തായാലും ഗൈസ് സോ നമുക്ക് നാളൊക്കെ നേരെ അങ്ങോട്ട് നാളൊക്കെ പോവുകയാണ്. എല്ലാവരും നമ്മൾ ബസ്സിലോട്ട് നാളൊക്കെ കയറി ഇരിപ്പുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് പോവാം ഗൈസ്. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഗൈസ്. സോ നമ്മൾ കളിക്കുകയാണെങ്കിൽ നേരെ ഗൈസ്. സോ ഈ ഒരു ഡ്രൈവേ സ്റ്റേഷൻ വരെയാണ് ഗൈസ് പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ഓയിൽ അടിക്കണം കേട്ടോ ഗൈസ്. പെട്രോൾ പമ്പിൽ കയറി കാലൊക്കെ ഓയിൽ അടിക്കണം കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ ഇതിലേ പോയതിന് ശേഷം ഇതിലേ വളഞ്ഞ് നമുക്ക് നേരെ പോവാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വരി കാലൊക്കെ നമുക്ക് പോവാം ഗൈസ്. സോ ഇച്ചിരി സ്ലോ ആണ് നമ്മളെ വണ്ടി ഗൈസ്. ഈ ഒരു പറമ്പ് കൊണ്ട് സ്കൂളിലായില്ലേ ഗൈസ്. ഇവിടെ സർക്കിൾ ഇത് അടിച്ചിട്ടേക്കുന്നുണ്ട് ഗൈസ് മരം. അപ്പോൾ ഇവിടെ നമുക്ക് വല്ലതൊക്കെ മേടിച്ചിട്ട് വീടും കാലൊക്കെ വെച്ചതിന് ശേഷം വിൽക്കണം ഗൈസ്. ഇവിടെ അല്ലെങ്കിൽ നമുക്കൊരു മാൻഷൻ പണിഞ്ഞെടുക്കണം മച്ചാന്മാരെ. ഓക്കെ. എൻ്റെ മോനോട് ഇടിച്ചിടിച്ച് സോ നമ്മുടെ കാലൊക്കെ നേരെ പെട്രോൾ പമ്പിലോട്ട് കാലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്. പെട്രോൾ അടിക്കത്തില്ല. എന്തായാലും പെട്രോൾ അടിക്കരുത് ഗൈസ്. ഇച്ചിരി വെയിറ്റ് ചെയ്യാം. ഗൈസ് അങ്ങനെ പെട്രോളും കാലൊക്കെ അടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗൈസ്. സോ നമുക്ക് അപ്പുറത്തെ സിറ്റിയിലോട്ട് കാലൊക്കെ പോവാം ഗൈസ്. സോ ഗൈസ് എല്ലാം റെഡി അല്ലടാ ഷിൻചാനടാ ഒന്ന് മിണ്ടർ. അവനാണെങ്കിൽ പിണങ്ങിയിരിക്കുകയാണ്. അവനും കാലൊക്കെ ഞാൻ ചെറുതായിട്ട് ഒരു മുട്ടായി ഒന്നും മേടിച്ചെടുക്കാത്തതിന് അവൻ നല്ല പിണങ്ങിയിരിക്കുകയാണ്. സോ ഗൈസ് അവന് നീ മുട്ടായൊക്കെ നൈസിന് മേടിച്ചു കൊടുക്കണം. പാവം ഭയങ്കര പിണക്കത്തിലാണ്. എല്ലാണോ പിണക്കത്തിലാണ് കേട്ടോ ഗൈസ്. ഒരു അക്ഷരം മിണ്ടത്തില്ല. എന്ന് വെച്ചാൽ അത്ര പിണക്കത്തിലാണ്. അവന്മാർക്ക് മുട്ടായി ഞാൻ മേടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചെടുത്തില്ല ഗൈസ്. സോ അവന്മാരെല്ലാം ചെറിയൊരു വിഷമത്തിലാണ് ഗൈസ്. സോ അങ്ങനെ ഗൈസ് അടുത്ത സിറ്റിയിൽ ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. സോ എൻട്രൻസും കാലൊക്കെ എൻ്റെ മോനോടെ ഒരു കാറും കാലൊക്കെ കയറി ഒരു ലാൻഡ് ക്രൂസർ അല്ലേ ഗൈസ്. സോ ഈ ഒരു സിറ്റിയിൽ ഈ ഒരു കാറിലും കാലൊക്കെ വരുന്നത് നല്ല അലമ്പാണ്. ബസ്സിൽ തന്നെ ഇവിടെ വരണം ഗൈസ്. എല്ലാ നാട്ടിൽ കാറിൽ വരാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ ഒരു ബസ്സും കാലൊക്കെ എടുത്ത് നൈറ്റാകുമ്പോൾ വൈബാകും കേട്ടോ ഗൈസ്. രാത്രിയാകുമ്പോഴായിരിക്കും ഇച്ചിരി വൈബുള്ളത്. ഇപ്പം വലിയ വൈബൊന്നും കാണത്തില്ല. ഇവിടെ നൈസിന് ഷോർട്ട് കട്ട് അടിച്ച് കയറാൻ ഗൈസ്. കുറേ നേരം നമുക്ക് ഡ്രൈവ് ഒന്നും ചെയ്യേണ്ട. ചെറുതായിട്ടൊന്ന് ഷോർട്ട് കട്ട് അടിച്ച് കയറാൻ കഴിയും. ഈ ഒരു സിറ്റി മുഴുവനും ഈ ഒരു ബസ്സിൽ ഇരുന്ന് കറങ്ങി കാണാൻ കേട്ടോ ഗൈസ്. സിറ്റി മുഴുവനും നമ്മൾ ആരും കറങ്ങി കണ്ടിട്ടില്ല വലുതായിട്ട്. എന്തായാലും ഗൈസ് കറങ്ങി കാണാം ഗൈസ്. ഓക്കെ ഗൈസ്. ഗൈസ് നമ്മളാണെങ്കിൽ ഈ ഒരു സിറ്റി മുഴുവനും കറങ്ങി കാണാം ഗൈസ്. എൻ്റെ മോൻ ഇപ്പോൾ ഇടിച്ചേനാ ഗൈസ്. ഇവിടാണ് കേട്ടോ ഗൈസ് നമ്മളെ ബീച്ചും കാലൊക്കെ വരുന്നത്. ഈ ഒരു ബീച്ചാണ് ഗൈസ് ഞാൻ പറഞ്ഞ നല്ല അടിപൊളി ബീച്ചാണ് മച്ചാന്മാരെ. അപ്പുറത്തെ റോഡ് കയറണം. എന്തായാലും നമുക്ക് പിന്നെ റോഡ് കയറാൻ ഗൈസ്. തന്നെ നമുക്ക് റോഡ് കയറി നമുക്ക് കണ്ടതിന് ശേഷം വീട്ടിൽ പോവാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം പയ്യെ പോവാം ഗൈസ്. നമുക്കിവിടെ രാത്രി ആകുമ്പോഴായിരിക്കും കേസ്. അപ്പോൾ രാത്രി ആകുമ്പോൾ നമുക്ക് പോകാം കേസ്. നമുക്ക് നേരെ ആ ബീച്ചിലോട്ട് കാലൊക്കെ പോവാം. ഇവിടെ നിന്ന് ഷോർട്ട് കട്ട് എടുത്ത് കാലൊക്കെ പോവാം. അല്ലെങ്കിൽ കേസ് അത്രയും നല്ല പാടാണ്. ഈ ഒരു ഷോർട്ട് കട്ട് കാലൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാലൊക്കെ അവിടെ എത്താൻ പറ്റും കേസ്. എൻ്റെ മോനെ കേസ്. ഓക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. മോനെ ഒരു ബീച്ചിലോട്ട് കാലൊക്കെ വണ്ടി എടുത്ത് ഓട്ടിക്കാൻ പറ്റുമോ? ഇവിടെ നമുക്ക് മാത്രം ഒന്ന് നീന്താം കേട്ടോ കേസ്.
ഓക്കെ ഷിൻജാനും അവന്മാരെല്ലാം വണ്ടിക്കകത്തിരിക്കുന്നുണ്ട്. എടാ വരുന്നില്ലേ? ഓ അതും പിണക്കമാണ്. ഒന്നും മിണ്ടത്തില്ല അവന്മാരാണെങ്കിൽ, ഒരക്ഷരം മിണ്ടത്തില്ല. നമുക്കാണെങ്കിൽ ഉടുപ്പെല്ലാം മാറാം, ഷോർട്സ് ഇടാം. കേസ് അപ്പോൾ കണ്ണാടി വരട്ടെ. കണ്ണാടിയെല്ലാം എടാ നിങ്ങളൊന്നും വരുന്നില്ലേ? ഇവന്മാരൊന്നും വരുന്നില്ലേ കേസ്? ഇവന്മാർക്ക് മുട്ടായി മേടിച്ചെടുക്കാതെ ഒരു അക്ഷരം മിണ്ടത്തില്ല. നമ്മൾ പറയുന്നതൊന്നും കേൾക്കത്തില്ലെന്നാണ് അവന്മാർ പറയുന്നത്. അവന്മാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ മോനെ, ഈ ഒരു ബീച്ചിനകത്താണെങ്കിൽ ഈ ഒരു മീനൊന്നുമില്ല. എൻ്റെ മോനെ കേസ്. ഓക്കെ അടാ ഷിൻജാനൊക്കെ ഗ്ലാസ്സുകളെ നോക്കിയത് ആസ്വദിക്കുന്നു. അവന്മാർ പിണങ്ങിയിരിപ്പുകൊണ്ട് തന്നെ അവന്മാർ വരത്തില്ല കേസ്, അവൻ്റെ വാശിയാണ്. ഓക്കെ കേസ്, അപ്പോൾ ഈ ഒരു ഉടുപ്പുകളൊക്കെ ഇട്ട് തന്നെ നമുക്ക് നേരെ നമ്മളെ ലോഡ്ജിലോട്ടും കാളൊക്കെ പോവാം കേസ്. അപ്പം ലോഡ്ജിലോട്ട് ഈ ഒരു ഉടുപ്പ് ഇട്ടുകൊണ്ട് പോവാം, വലിയ കുഴപ്പമൊന്നും കാണൂലെന്നാണ് ഞാൻ വിചാരിക്കുന്നു കേസ്. അപ്പം നമുക്ക് ഈ ഒരു ഉടുപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ലോഡ്ജിൽ പോവാം. ഓക്കെ കേസ്, അപ്പോൾ കേസ് ഇപ്പോൾ ചെറിയൊരു എന്താണ് പ്രശ്നമാണ്. വണ്ടി അങ്ങോട്ട് അനങ്ങുന്നില്ല കേസ്. എൻ്റെ പോലെ ഇവിടെ പൊതഞ്ഞു കേസ്, ഈ ഒരു മണ്ണിലും കാണൊക്കെ പൊതഞ്ഞു. ഓക്കെ കേസ്, എൻ്റെ പൊന്നോ അമ്മമാർ നമ്മളെയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. നമ്മളെ തല വില ഇടിച്ചിട്ട് മരിക്കും, നമ്മളൊന്നും വേണ്ട കേസ്. അപ്പം എൻ്റെ പൊന്നെ കേസ്, വണ്ടി ഇവിടെ പൊതഞ്ഞങ്ങ് കിടന്ന് കേസ്. അപ്പം പിന്നെ നമ്മൾ ടയറുകളൊക്കെ മണ്ണിൽ നിന്നെടുത്ത് പൂത്തി കയറ്റിയതാണ്. എന്നാലും ഈ ഒരു ലോഡ്ജിലോട്ട് കാളൊക്കെ ഇന്ന് കിടക്കും കേസ് തൽക്കാലത്തേക്ക്. നീ രാവിലെയും കാളൊക്കെ എണീറ്റ് നമുക്ക് രാവിലെ എണീക്കും കേസ്. അപ്പോൾ അതാണ് നല്ലത്. എന്തായാലും കേസ് ഇപ്പോൾ നമുക്ക് കാളൊക്കെ പോവാം. രാവിലെ എണീറ്റ് ഇന്ന് ബാക്കി അല്ല രാത്രി എണീറ്റ് നമുക്ക് വല്ലതൊക്കെ ചെയ്യാം. ബസ്സുകളൊക്കെ ഇവിടെ ഒതുക്കിയിടാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ കേസ്. അപ്പം